നമസ്കാരം. മലയാളി വാർത്ത അനാലിസിസിലേക്ക് സ്വാഗതം. ആം ആദ്മി നേതാവ് അരവിന്ദ് കെജ്രിവാളിനെ അപായപ്പെടുത്താൻ ആരാണ് നീക്കം നടത്തുന്നത്? ബിജെപിയുടെ കണ്ണിലെ കരടായ കെജ്രിവാളിനെയും ഇദ്ദേഹം നേതൃത്വം നൽകുന്ന ആം ആദ്മി പ്രസ്ഥാനത്തെയും ഇല്ലായ്മപ്പെടുത്താനുള്ള നീക്കം അണിയറയിൽ നടക്കുന്നതായി ഡൽഹി മുഖ്യമന്ത്രി അതിഷിയാണ് ആശങ്ക പുറത്തുവിട്ടിരിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഡൽഹി തൂത്തുവാരിയതിൽ നിന്ന് ഏറെ വ്യത്യസ്തമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപിയുടെ സാഹചര്യം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മൂന്നാം ഊഴവും ആം ആദ്മി അധികാരത്തിലെത്തുമെന്ന സൂചനകൾ പുറത്തു വന്നതോടെയാണ് അരവിന്ദ് കെജ്രിവാളിനെ അപായപ്പെടുത്താനുള്ള ഗൂഢാലോചന ശക്തമായിരിക്കുന്നതെന്ന് അതിഷി ആരോപിക്കുന്നു. 4 മാസം ജയിലിൽ അടച്ചതിന് പിന്നാലെ ഒന്നായി അദ്ദേഹത്തെ ആക്രമിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയാണെന്നും അതിഷി പറയുന്നു. കെജ്രിവാളിന് പഞ്ചാബ് പോലീസ് നൽകിയിരുന്ന കനത്ത സുരക്ഷ പുനഃസ്ഥാപിക്കണമെന്നും ഏതു നിമിഷവും കെജ്രിവാൾ വധിക്കപ്പെടാമെന്നും അതിഷി തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇക്കഴിഞ്ഞ ഒക്ടോബർ 24-ന് ഡൽഹി വികാസ്പുരിയിൽ ഡൽഹി പോലീസിന്റെ കൺമുന്നിൽ കെജ്രിവാൾ ആക്രമിക്കപ്പെട്ടിരുന്നു. മാൾവിയ നഗറിൽ ഒരു പൊതുപരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കെ നവംബർ 30-ന് അദ്ദേഹം വീണ്ടും ആക്രമിക്കപ്പെട്ടിരുന്നു. അന്നുണ്ടായ ആക്രമണം തടയാനോ പ്രതികൾക്കെതിരെ നടപടിയെടുക്കാനോ ഡൽഹി പോലീസ് തയ്യാറായില്ല. അമിത്ഷായുടെ നിയന്ത്രണത്തിലുള്ള ഡൽഹി പോലീസിൽ വിശ്വാസമില്ല എന്നും കെജ്രിവാളിന്റെ സുരക്ഷയിൽ വലിയ ആശങ്കയുണ്ടെന്നും അതിഷി ആവർത്തിക്കുന്നു. അതേസമയം തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാന ആഴ്ചയിലെത്തുമ്പോൾ ഡൽഹിയിൽ ബിജെപിയുടെ ജനപിന്തുണ ഓരോ ദിവസവും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കേവല ഭൂരിപക്ഷത്തോടെ അരവിന്ദ് കെജ്രിവാൾ വീണ്ടും അധികാരത്തിലെത്തുമെന്നാണ് സൂചനകൾ പുറത്തുവരുന്നത്. ഫെബ്രുവരി 5-ന് നടക്കാനിരിക്കുന്ന ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപി അതിശക്തമായ പ്രചാരണമാണ് നടത്തിവരുന്നത്. എന്നാൽ അരവിന്ദ് കെജ്രിവാൾ മുഖ്യമന്ത്രിയാകണമെന്നാണ് തലസ്ഥാനവാസികളായ 60% വോട്ടർമാരും താൽപര്യപ്പെടുന്നത്. അരവിന്ദ് കെജ്രിവാൾ തെരഞ്ഞെടുപ്പിൽ ന്യൂഡൽഹി സീറ്റിലാണ് മത്സരിക്കുന്നത്. 2 മുൻ മുഖ്യമന്ത്രിമാരുടെ മക്കളാണ് കെജ്രിവാളിന്റെ എതിരാളികൾ. ബിജെപി സ്ഥാനാർത്ഥിയായ സാഹിബ് സിംഗ് വർമ്മയുടെ മകൻ പർവേഷ് വർമ്മയും കോൺഗ്രസിനായി ഷീല ദീക്ഷിതിന്റെ മകൻ സന്ദീപ് ദീക്ഷിതും ന്യൂഡൽഹി സീറ്റിൽ മത്സരിക്കുന്നുണ്ട്. എന്നാൽ കെജ്രിവാളിന് മുന്നിൽ ഇരു സ്ഥാനാർത്ഥികളും അതിശക്തന്മാരല്ലെന്നും 20,000 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ കെജ്രിവാൾ വിജയിക്കുമെന്നുമാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. ഡൽഹിയിൽ ഫെബ്രുവരി 5-ന് വോട്ടെടുപ്പും ഫെബ്രുവരി 8-ന് വോട്ടെണ്ണലും നടക്കും. 15 വർഷം തുടർച്ചയായി ഡൽഹിയിൽ അധികാരത്തിലിരുന്ന കോൺഗ്രസിന് കഴിഞ്ഞ 2 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും കടുത്ത തിരിച്ചടിയാണ് ഉണ്ടായത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ഒരു സീറ്റ് പോലും വിജയിക്കാനായില്ല. 2020-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 70-ൽ 62 സീറ്റുകൾ നേടി ആം ആദ്മി ആധിപത്യം സ്ഥാപിച്ചപ്പോൾ ബിജെപിക്ക് 8 സീറ്റുകളിൽ മാത്രമാണ് വിജയിക്കാൻ സാധിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് എന്നിവരുൾപ്പെടെയുള്ള ഉന്നത ബിജെപി നേതാക്കൾ പ്രചാരണത്തിനിറങ്ങിയിട്ടും ആം ആദ്മിയുടെ ജനപിന്തുണ തടയാൻ സാധിച്ചില്ല. സൗജന്യ വൈദ്യുതി, വെള്ളം, വിദ്യാഭ്യാസം തുടങ്ങിയ വിജയകരമായ പദ്ധതികൾ രാജ്യ തലസ്ഥാനത്ത് ആം ആദ്മി നടപ്പിലാക്കിയെന്നും ഇനിയും ഇത്തരം സേവനങ്ങൾ തുടരുമെന്നും ആം ആദ്മി പറയുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.